ഡൽഹിയിൽ ജേർണലിസം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഔട്ടിങ്ങിന് പോയിട്ടുള്ള സ്ഥലമാണ് ആഗ്രയിലെ താജ്മഹൽ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് രാവിലെ തന്നെ ട്രെയിനിൽ കയറി പോകും. എന്നിട്ട് പകൽ മുഴുവൻ ഈ താജ്മഹലിൽ ചിലവഴിക്കും. പ്രത്യേകിച്ച് ആ സ്ട്രക്ചറിലല്ല, അവിടെയുള്ള അതിൻ്റെ ചുറ്റുപാടിൻ്റെ ആംബിയൻസ്, നല്ല ലോണും കുറേ മരങ്ങളും കിളികളും അണ്ണാനും ഒക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ വൈറ്റ് മാർബിളിൻ്റെ സ്ട്രക്ചറിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ അവിടെ വന്നിരിക്കാൻ നല്ലൊരു ആംബിയൻസാണ്, നല്ല റൊമാൻറ്റിക് മൂഡാണ്. നമ്മൾ എത്ര തവണ പോയിരുന്നാലും എത്ര തവണ അവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്കിപ്പോഴൊരു ഒരു വാവ് ഫീലിംഗ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അതാണ് ഈ താജ്മഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം. പക്ഷേ നമുക്കറിയാം, ഈ താജ്മഹൽ എന്ന് പറയുന്നത് അത് ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൂമ്പാണ്. അതിൻ്റെ ഉള്ളിലെന്താ, ഇറ്റ്സ് ബോൺ ആൻഡ് ഫിൽത്ത്, അതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഗംഭീരമായ വൈറ്റ് സ്ട്രക്ചറാണ്. നമ്മൾ വാവ് എന്ന് പറയേണ്ട ഒരു സ്ഥലമാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഫരിസേനെ നിയമജ്ഞരെ നോക്കിയിട്ട് ഈശോ പറയുന്നത് വൈറ്റ് വാഷ് ടൂംബ് എന്നാണ് പറയാം. അന്നുണ്ടായിരുന്ന ജനങ്ങളൊക്കെ ഇവരെ കണ്ടിരുന്ന വലിയ ഭംഗിയുള്ള സ്ട്രക്ചേഴ്സായിട്ടാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അവരെല്ലാവരും വാവ്, ഇവിടെ ലൈഫ് കൊണ്ടിട്ട് അവരങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈശോക്ക് അവിടെ ഉള്ളിൽ കാണാമായിരുന്നു. അപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? വാവ് എന്നല്ല, വോട്ട് ചെയ്യൂ, ദുരിതമാണ് നിങ്ങൾ ദുരന്തങ്ങളാണെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ലൈഫ് നോക്കിയിട്ട്, നമ്മുടെ ഉള്ളിൽ നോക്കിയിട്ട് ഈശോ എന്തായിരിക്കും പറയുന്നത്? വാവ് എന്നാണോ അല്ലെങ്കിൽ വോട്ട് ചെയ്യൂ എന്നാണോ?